യെസ് മക്കൾ, സർക്കിൾ മെഷേഴ്സ് വൃത്തങ്ങളുടെ അളവുകൾ. ഈ ചാപ്റ്ററിന്റെ സമ്മറി വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് കാണുന്നത്. ഈ വൃത്തത്തിന്റെ റേഡിയസ് 2 ആണെങ്കിൽ ഇതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്താണ്. ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 2πr ആണ്. അപ്പോൾ 2π × r, റേഡിയസ് എത്രയാണ് 2. അപ്പോൾ 2π × 2 എത്ര, 4π സെന്റിമീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ. സാറേ പൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22/7 അല്ലെങ്കിൽ 3.14 ആണ് ഇതിൻ്റെ വാല്യൂ. ആ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളോട് ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാണാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അവിടെ മാത്രം നിങ്ങൾ പൈൻ്റെ വാല്യൂ കൊടുത്താൽ മതി. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഈ വൃത്തത്തിൻ്റെ റേഡിയസ് ഒരു 3 ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക 4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെ കാണും. സാറേ പരപ്പളവ് ആണെങ്കിൽ πr². പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിൻ്റെ ഉള്ളിൽ എത്ര സ്ഥലം ഉണ്ട് എന്നുള്ള πr². അപ്പോൾ π × റേഡിയസ് എത്ര, 4ൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര, 16π സെൻറ്റിമീറ്റർ² ആണ് ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഏരിയ. ഈ 2 ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മളോട് എന്തായിരിക്കില്ല, ഡയറക്റ്റ് അങ്ങ് റേഡിയസ് തന്നിട്ട് കാണാനല്ല പറയുക. ഒരു ഫിഗറിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫിഗർ ഫിറ്റ് ചെയ്യും, എന്നിട്ട് പല പല കാര്യങ്ങളാണ് ചോദിക്കുക. സോ ഈ ഒരു ചോദ്യം മക്കൾസ് എല്ലാവരും ഒന്ന് നോക്കിയേ. ഈ ഒരു ചിത്രത്തിൽ ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് 16 ആണ്. ഈ ഒരു സ്ക്വയറിൻ്റെ ചുറ്റളവ് 16 ആണ്. ക്വസ്റ്റ്യൻ, സ്ക്വയറിൻ്റെ ചുറ്റളവ് 16 ആണ്. അങ്ങനെയെങ്കിൽ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് കാണണം. എല്ലാ സൈഡും കൂട്ടിയാൽ 16. അപ്പോൾ ഒരു സൈഡ് എത്രയാ, 16/4 എത്ര, 4 സെൻറ്റിമീറ്റർ. സിമ്പിൾ അല്ലേ? ആണ് സാർ. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, ഈ ചിത്രത്തിലുള്ള വശങ്ങളെ തൊടുന്ന വൃത്തത്തിൻ്റെ ആരം. ഈ ചിത്രത്തിലെ വൃത്തത്തിൻ്റെ ആരമാണ് ചോദിച്ചത്. ഇതെന്താ, വ്യാസം അല്ലേ, ഇത് വ്യാസം. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് സമചതുരത്തിൻ്റെ ഒരു വശം. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ വ്യാസവും എന്താ, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ വൃത്തത്തിൻ്റെ ആരം എത്ര, അതിൻ്റെ പകുതി 2 സെൻറ്റിമീറ്റർ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കിയാൽ മുത്തുക, വൃത്തത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കുക. ഈ വൃത്തത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കണക്കാക്കുക. ഈ വൃത്തത്തിൻ്റെ റേഡിയസ് ആരം എത്രയാണ്, 2. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എങ്ങനെയാണ് കാണുന്നത്, പെരിമീറ്റർ 2πr. അപ്പോൾ 2π × r, റേഡിയസ് എത്ര, 2. 2 × 2 എന്താ, 4π ആണ്, 4 ആണ്. അപ്പോൾ 4π സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ എന്ത് വരുന്നത്, ചുറ്റളവ് വരുന്നത്. ഇനിയിപ്പോൾ ഈ വൃത്തത്തിൻ്റെ ഏരിയ ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സർക്കിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, πr². എന്തിൻ്റെ, സർക്കിളിൻ്റെ ഏരിയ ചോദിച്ചിട്ടുണ്ടെങ്കിൽ πr². അപ്പോൾ π × റേഡിയസ് ആരോ എത്ര, 2 ആണ്, 2ൻ്റെ സ്ക്വയർ. അപ്പോൾ 4π സെൻറ്റിമീറ്റർ² ആണ്, 4π സെൻറ്റിമീറ്റർ² ആണ് ഈ വൃത്തത്തിൻ്റെ ഏരിയ എന്ന് നമുക്ക് പറയാനും. ഇനി നിങ്ങളോട് വളരെ വെറൈറ്റി ആയിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ പരപ്പളവ് എന്താണ് എന്നാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ മക്കൾസ് എന്തായിരിക്കും ചെയ്യേണ്ടത്, ഈ ഒരു സമചതുരത്തിൻ്റെ ഏരിയ കാണുക, അതിൽ നിന്ന് വൃത്തത്തിൻ്റെ ഏരിയ കുറയ്ക്കാം. അത്രയേ ഉള്ളൂ. വൃത്തത്തിൻ്റെ ഏരിയ ഓൾറെഡി കണ്ട്. അങ്ങനെയെങ്കിൽ സമചതുരത്തിൻ്റെ ഏരിയ കാണാം. സമചതുരത്തിൻ്റെ ഏരിയ എങ്ങനെ കാണാം, ഒരു സൈഡ് എന്താണോ അതിൻ്റെ സ്ക്വയർ, 4 ആണ് ഒരു സൈഡ്, അപ്പോൾ 4ൻ്റെ സ്ക്വയർ. 16 സെൻറ്റിമീറ്റർ² ആണ് എന്ത്, ഈ ഒരു സമചതുരത്തിൻ്റെ ഏരിയ. നമുക്ക് ഷെയ്ഡഡ് റീജിയൻ്റെ നിറം കൊടുത്ത ഭാഗത്തിൻ്റെ ഏരിയ ആണ് കാണേണ്ടതെങ്കിൽ എന്താ ചെയ്യേണ്ടത് നോക്കടാ. സി ക്വസ്റ്റ്യൻ വരെ എന്തുള്ളൂ, ക്വസ്റ്റ്യൻ ഉള്ളൂ. ദാ ഇവിടെ കഴിഞ്ഞു. നമ്മൾ ബാക്കി പല പല പോസിബിലിറ്റീസ് പറയാണ്. റെഡി. നമ്മളോട് ഈ വൃത്തത്തിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് അറിയാം, അപ്പോൾ നമുക്ക് കാണാം. സമചതുരത്തിൻ്റെ കാണാൻ പറഞ്ഞാൽ അതും കാണാം. ഇനി ഇത് രണ്ടും അല്ല, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞെങ്കിൽ സമചതുരത്തിൻ്റെ പരപ്പളവിൽ നിന്നും വൃത്തത്തിൻ്റെ പരപ്പളവ് കുറയ്ക്കണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പൈക്ക് വാല്യൂ കൊടുക്കണം എന്നുള്ളത്. സോ പൈൻ്റെ വാല്യൂ എന്താ, വൃത്തത്തിൻ്റെ പരപ്പളവ് 4π എന്നാണ് കിട്ടിയത്. സോ പൈ എന്താ, 3.14. അപ്പോൾ 4π എന്ന് പറഞ്ഞാൽ 3.14 × 4. 4 4 16 6, ബാക്കി 1, 4 1 4 1 5, 4 3 12. 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ്, 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ്. സോ ആൻസർ എന്താ, 12.56 സെൻറ്റിമീറ്റർ² ആണ്. അപ്പോൾ വൃത്തത്തിൻ്റെ പരപ്പളവും കിട്ടി, സമചതുരത്തിൻ്റെ പരപ്പളവും കിട്ടി. ഇനി ഷെയ്ഡ് ചെയ്തതിൻ്റെ പരപ്പളവ് കിട്ടണമെങ്കിൽ സമചതുരത്തിൻ്റെ പരപ്പളവായ 16ൽ നിന്നും വൃത്തത്തിൻ്റെ പരപ്പളവായ 12.56 കുറച്ചാൽ മതി. 16ൽ നിന്ന് എങ്ങനെയാ സാറേ 12.56 കുറയ്ക്കുക, 16ൽ നിന്ന് എങ്ങനെയാ 12.56 കുറയ്ക്കുക. കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പോയിന്റ് കറക്റ്റ് മുകളിൽ വരണം. സാറേ 16ന് എവിടെ പോയിന്റ്,
എടാ 16 എന്ന് പറഞ്ഞാൽ 16.00 അല്ലേ. സോ ഇത് കുറയ്ക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ കുറയ്ക്കാൻ നോക്കുമ്പോൾ എന്താണ്, എനിക്ക് 0 നിന്ന് 0 കുറയ്ക്കാൻ പറ്റില്ല. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എടുക്കാനില്ല, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് 1 ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ 10 ആയി, ഇവിടെ 6 ഇല്ല, 5 ഉള്ളൂ. ഇനി ഈ 10 നിന്ന് 1 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ 10 ആയി, ഇവിടെ പകരം എന്തേ ഉള്ളൂ, 9 ഉള്ളൂ. നോക്ക് 10 നിന്ന് 6 കുറച്ചാൽ 4 ആണ്, 9 നിന്ന് 5 കുറച്ചാൽ വീണ്ടും 4 ആണ്, 5 നിന്ന് 2 കുറച്ചാൽ 3 ആണ്, 1 നിന്ന് 1 കുറച്ചാൽ 0. സോ 3.44 ആണ് എനിക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആൻഡ് മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ, മറ്റൊരു ചോദ്യം എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെടുത്ത് ചിലപ്പോൾ ഒരു സെമി സർക്കിൾ അർദ്ധവൃത്തത്തിൻ്റെ ഒക്കെ ആരം പരപ്പളവ് കാണാൻ പറയും. അപ്പോൾ അർദ്ധവൃത്തത്തിൻ്റെ ആരം 2 ആണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കാണുക? സാറേ ഫുൾ വൃത്തമാണെങ്കിൽ πr². അപ്പോൾ പകുതി വൃത്തം ഉള്ളെങ്കിൽ എന്താ, സർക്കിൾ ഉള്ളെങ്കിൽ അതിൻ്റെ പകുതിയാണ് ഏരിയ വരിക. അപ്പോൾ ഇതിൻ്റെ ഏരിയ 2, റേഡിയസ് 2 ആണെങ്കിൽ പരപ്പളവ് എന്താ വരിക? π × 2^²/2. അപ്പോൾ π × 2^² 4 ആണ് /2. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്, പിന്നെ ഉള്ളത് π, 2π cm². ഇതൊക്കെ മക്കൾസ് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനിയിപ്പോൾ ഒരു വൃത്തം ഇങ്ങനെ ഒരു സമചതുരം, അതിൻ്റെ അകത്ത് എന്താ ഒരു വൃത്തത്തിൻ്റെ ഇങ്ങനെ ഒരു പാർട്ടേ തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കും. അതായത് വൃത്തം ഫുള്ളില്ല, പകരം എന്താ ഇതിൻ്റെ ഇത്രയും പാർട്ട് 90 ഡിഗ്രിയേ തന്നിട്ടുള്ളൂ. ടോട്ടൽ 360 ആണ് അല്ലേ. അപ്പോൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ വൃത്തത്തിൻ്റെ നോക്കിയാൽ ഈ ഫുൾ വൃത്തത്തിനെ 4 ഭാഗമാക്കിയാൽ ഒരു ഭാഗമായിരിക്കും ഇവിടെ തന്നത്. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? πr² /4 4 പീസാക്കിയാൽ, ഒരു വൃത്തത്തിനെ 4 പീസാക്കിയാൽ ഒന്നേ അതുള്ളൂ. ഒക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഒരു ചോദ്യമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് കാണണം മുത്തുവോ. ആൻഡ് ഈ സമചതുരത്തിൻ്റെ ഒരു വശം നമുക്ക് തന്നു 4 ആണെന്ന്. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് ആണെങ്കിൽ ആദ്യം സമചതുരത്തിൻ്റെ പരപ്പളവ് കാണുക. എങ്ങനെയാ സമചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കിട്ടുക? ഒരു സൈഡ് എത്ര? 4. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16 cm². ഇനി ഈ വൃത്തത്തിൻ്റെ ഭാഗത്തിൻ്റെ പരപ്പളവ് കാണുക. വൃത്തത്തിൻ്റെ ഒരു ഭാഗം അല്ലേ, ഒരു ഭാഗം അതിൻ്റെ പരപ്പളവ് കാണുക. എങ്ങനെയാ? ഫുൾ വൃത്താണ് πr². അതിനെ 4 ഭാഗമാക്കി അല്ലേ, ഫുൾ വൃത്തത്തിനെ അതിലൊന്നേ ഉള്ളൂ. സോ πr²/4 എന്നാണ് വരിക. πr²/4. അപ്പോൾ എന്താ വരിക? π × ഇതിൻ്റെ റേഡിയസ് എന്താ സാറേ ഇവിടുന്ന് ഇവിടം വരെ? അതാ സമചതുരത്തിൻ്റെ ഒരു സൈഡ് 4. അപ്പോൾ π × 4^²/4. അപ്പോൾ π × 16/4. 16/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4 ആണ്. അപ്പോൾ 4π cm². ആൻഡ് ഇത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ കാണാനുള്ളതായതുകൊണ്ട് നിങ്ങൾ പൈക്ക് എന്ത് ചെയ്യുക? വാല്യൂ കൊടുക്കുക. അപ്പോൾ 4 × 3.14 എനിക്ക് തോന്നുന്നത് 12.56 ആണ് ആൻസർ കിട്ടുന്നത്. 4π ആണ് അല്ലേ. അപ്പോൾ 4 × 3.14 3.14 × 4 16 6 ബാക്കി 1 4 1 4 1 5 4 1 4 1 4 1 5 4 3 12 12.56. സോ ഇതിൻ്റെ ഏരിയ എനിക്ക് എന്ത് കിട്ടി? 12.56. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ കിട്ടി എത്രയാണ്? 16 ആണ്. വൃത്തത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ കിട്ടി 12.56. അപ്പോൾ ഷെയ്ഡ് ചെയ്തതിൻ്റെത് എത്രയായിരിക്കും? ഷെയ്ഡഡ് എത്രയായിരിക്കും? ഇവരെ തമ്മിൽ കുറച്ചാൽ മതി അല്ലേ. അതായത് 16-ൽ നിന്നും എന്ത് കുറച്ചാൽ മതി? 12.56 കുറച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 3.44 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഇവിടെയും 3.44 ആയിരുന്നു കിട്ടിയത് നേരത്തെ ആണല്ലേ. 16-ൽ നിന്ന് നേരത്തെ അത് തന്നെ അതിന് വാല്യൂ വന്നില്ലേ. ഓക്കെ. സോ ഈ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മക്കൾക്ക് എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം. ഇതൊക്കെ ക്ലിയർ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, ഒന്നും പേടിക്കാനില്ല. പിന്നെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു റെഗുലർ ഹെക്സഗൺ സമപഞ്ചഭുജം റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം വരച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ 6 വശമുള്ളത് ആൻഡ് അതിൻ്റെ 6 വശവും ഈക്വലാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വൃത്തത്തിൻ്റെ സർക്കംഫറൻസ് ചുറ്റളവ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. മക്കൾസ് നിർബന്ധമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെഗുലർ ഹെക്സഗണിന് സമഷഡ്ഭുജത്തിന് ഡയഗണൽസ് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. വികരണം വരച്ചാൽ കിട്ടുന്നത് 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ഇവിടെയുള്ള ഓരോരുത്തരും എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇത് 2 ആണെങ്കിൽ ഇതും 2 ഇതും 2 അല്ലേ. 6 എണ്ണമാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. ഇവിടെ സർക്കിളിൻ്റെ എന്ത് കാണാനാണ് പറഞ്ഞത്? ചുറ്റളവ്. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ ചുറ്റളവ് കാണാൻ എന്തെങ്കിലും പണിയുണ്ടോ? 2πr അല്ലേ. ഇപ്പോൾ 2π × 2 എത്ര? 4π cm എന്ന് പറയാം. ഓക്കെ. ഇനി ഈ വൃത്തത്തിൻ്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞത്, പരപ്പളവാണ് കാണാൻ പറഞ്ഞതെന്ന് വിചാരിക്കും. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടോ. വൃത്തത്തിൻ്റെ ഏരിയ പരപ്പളവാണ് കാണാൻ പറഞ്ഞെങ്കിൽ എങ്ങനെ കാണാം? πr². അപ്പോൾ π × റേഡിയസ് എത്ര? 2. 2ൻ്റെ സ്ക്വയർ. അപ്പോൾ 4π cm². സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇനിയിപ്പോൾ ഈ റെഗുലർ ഹെക്സഗൻ്റെ സമഷഡ്ഭുജത്തിൻ്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? അതൊരു ചോദ്യമാണ്.
മുത്തുവ സമഷഡ്ഭുജത്തിൻ്റെ ഏരിയ കാണണമെങ്കിൽ ഇതിന് ഡയഗണൽസ് വരച്ചാൽ കിട്ടുന്ന ഈ 6 എണ്ണവും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ മുത്തുവോ? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √3/4 ആണ്. എ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എത്ര? 2. ഓക്കെ, ഇത് ഒന്നിൻ്റെതാണ്. ഈ റെഗുലർ ഹെക്സഗൻ്റെ കിട്ടണമെങ്കിൽ ആയിട്ട് 6 എണ്ണം ഉണ്ട് ഇവിടെ. സോ ഇതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എന്താ നമുക്ക് കിട്ടും? ആ ഒരു ചെങ്ങായിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കിട്ടും. എത്ര ഉള്ള 6 സൈഡുള്ള ഓൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കിട്ടണമെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് √3/4 ഇൻറ്റു 6. ഈ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ളതാണ് √3/4. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണെന്ന്. √3/4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് എത്ര? 2 ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ ഇൻറ്റു 6. അപ്പോൾ നോക്കൂ, 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഇവിടെയും 4 ഉണ്ട്. കട്ട് ചെയ്ത് √3 ഇൻറ്റു 6 അല്ലെങ്കിൽ 6√3 cm² ആണ് ഇതിൻ്റെ പരപ്പളവ് വരുന്നത്. ഇതിൻ്റെ മൊത്തത്തിൽ പരപ്പളവ് വരുന്നത്. റെഡി ആണല്ലോ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് കാണണമെന്ന്. അപ്പോൾ മുത്തുമണികൾ എന്താ ചെയ്യുക ആലോചിക്ക്. സാറേ, ഈ വൃത്തത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം. അതിൽ നിന്ന് ഈ റെഗുലർ ഹെക്സഗൻ്റെ സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഷെയ്ഡഡ് റീജിയൻ്റെ അല്ലെങ്കിൽ റോസ് കളറിലുള്ള ഈ ഒരു ഏരിയയുടെ പരപ്പളവ് കാണാൻ ഈ ഒരു ഭാഗത്തിൻ്റെ പരപ്പളവാണെങ്കിൽ വൃത്തത്തിൻ്റെ പരപ്പളവ് 4π ആണ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? റെഗുലർ ഹെക്സഗൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. 6√3 മൈനസ് ചെയ്താൽ മതി. ഇതെങ്ങനെ സാറേ ചെയ്യുക? 4π എന്ന് പറഞ്ഞാൽ 4 × 3.14 അല്ലേ, മൈനസ് 6√3 പറഞ്ഞാൽ 6 × √3ൻ്റെ വാല്യൂ 1.732. ഓക്കെ, 4 × 3.14 ചെയ്യുക. അത് 12.56 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെത്ര ചെയ്യുന്നത്? 6 × 1.732 6 × 1.732 6 × 1.732 ഇൻറ്റു 6. 12 2 ബാക്കി 1, 1 19 9 ബാക്കി 1, 6 42 1 43 1 ബാക്കി 4, 6 6 4 10. 3 ആൾ കഴിഞ്ഞ് പോയിന്റ്. സോ 10.392. സോ ഇവർ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ ആൻസറായി 12.56 മൈനസ് 10.392 10.392 560 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് കുറയ്ക്കുക? സാറേ, വളരെ സിമ്പിൾ. 0-ന് 2 കുറയ്ക്കാൻ പറ്റില്ല. 1 ഇങ്ങോട്ട് എടുത്താൽ 10. 10-ന് 2 കുറച്ചാൽ 8. ഇവിടെ 5 ഉള്ളൂ. 5 9 കുറയ്ക്കാൻ പറ്റില്ല. 1 ഇങ്ങോട്ട് എടുക്കുന്നത്. 15 9 കുറച്ചാൽ 6. ഇവിടെ 4 ഉള്ളൂ. 4-ന് 1 കുറച്ചാൽ 4-ന് 3 കുറച്ചാൽ 1. 4-ന് 3 കുറച്ചാൽ 1. 2-ന് 0 കുറച്ചാൽ 2. 1-ന് 1 കുറച്ചാൽ 0. സോ എന്താണ് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ പരപ്പളവ് എന്ന് കിട്ടും? 2.168. റെഡി ആണല്ലോ. ഇവിടെ നമ്മളോട് ഇത്രയേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ റെഗുലർ ഹെക്സഗൻ്റെ ഒരു സൈഡ് തന്നിട്ട് ഈ വൃത്തത്തിൻ്റെ പെരിമീറ്റർ സർക്കംഫറൻസ് അല്ലെ ചുറ്റളവ് കാണാനേ പറഞ്ഞിട്ടുള്ളായിരുന്നു. സോ നമ്മൾ ഡയഗണൽ വരച്ചപ്പോൾ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് കിട്ടുന്നത്. സോ ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണമാണ്. അതിൻ്റെ ഒരു സൈഡ് എത്രയാണ്? 2 ആണെങ്കിൽ ബാക്കി എല്ലാ സൈഡും എന്തായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെയാണ് സർക്കിളിൻ്റെ റേഡിയസ് 2 എന്ന് കിട്ടിയത്. റേഡിയസ് കിട്ടിയ പെരിമീറ്റർ കിട്ടും 4π. ഇനി ബാക്കി ഒന്നും നമ്മളോട് ചോദിച്ചല്ല, നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞാണ്. ഈ വൃത്തത്തിൻ്റെ ഏരിയ ആണ് ചോദിച്ചെങ്കിൽ അതും നമുക്ക് എന്ത് കിട്ടും? 4π എന്ന് കിട്ടും. 2πr 2π × 2. ഓക്കെ, അതും നമുക്ക് 4π എന്ന് കിട്ടും. ഇനി ഈ റെഗുലർ ഹെക്സഗൻ്റെ ഏരിയ ആണ് ചോദിച്ചെങ്കിൽ ഇത് 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണങ്ങൾ ചേർന്നതാ. ഒരാളുടെ √3/4 ആയിട്ട് 6 എണ്ണം. അതാണ് √3/4 ഇൻറ്റു 6 എന്ന് എഴുതി. അപ്പോൾ 6√3 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇത് രണ്ടും അല്ല ചോദിക്കുന്നത്, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ വൃത്തത്തിൽ നിന്നും ഈ ചെങ്ങായിനെ അങ്ങ് കുറയ്ക്കുക, റെഗുലർ ഹെക്സഗൺ. അപ്പോൾ 4π മൈനസ് 6√3. 4 × π എത്ര? 3.14. 6 × √3 എന്ന് പറഞ്ഞാൽ വാല്യൂ 1.732. അവരെ നമുക്ക് കുറയ്ക്കുമ്പോൾ 2.168 cm² ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ഇത്രയും പ്രധാന ഭാഗങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇതൊക്കെ സെറ്റായി പോയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എന്താവും? വളരെ ഈസി ആവും. സോ ആരും ടെൻഷൻ അടിക്കേണ്ട. ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലോണം ആലോചിക്കുക. ഇങ്ങനെ ഒരു ഫിഗറിൻ്റെ അകത്ത് ഒരു ഫിഗർ വരും, എന്നിട്ട് ഷെയ്ഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ആലോചിക്കുക. ഓക്കെ, ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ ഇത് കിട്ടും. വളരെ കൂളായിട്ട് കാമായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇത്തരം കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ആൻഡ് അടുത്തത് ഏത് ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് പറയാം. മറ്റൊരു കാര്യം കൂടെ പറയുന്നു. ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് നമുക്ക് എന്തുണ്ട്? നമ്മളുടെ മാത്സിൻ്റെ ലൈവ് ഉണ്ട്. നമുക്ക് A+ നേടാനുള്ള സകല ചോദ്യങ്ങളും അവിടെ ഉണ്ടാവും. സോ ഒരിക്കലും മറക്കരുത്. ഈ ഒരു ചാനലിൽ തന്നെ ആ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈവ് സെഷനിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാ മക്കളും ഇപ്പോൾ തന്നെ പോയിട്ട് ലൈക്ക് ചെയ്തിട്ട് നോട്ടിഫൈ മീ ഓൺ ആക്കിയിടുക. മാത്സ് പേടിയുള്ള നിങ്ങളെ ഫ്രണ്ടിനും അയച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാവരും 6 മണിക്ക് വരണം. ഓക്കെ, താങ്ക് യു. സി യു. ബൈ.